1/z 1/z മാപ്പിംഗ് അല്ലേ? അപ്പൊ അവിടുത്തെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാ ചേഞ്ച് ചെയ്യുന്നത്? സെഡ് പ്ലെയിനിലെ മാഗ്നിറ്റ്യൂഡിനെ ഡബ്ല്യു പ്ലെയിനിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്ന മാറ്റം? ആറിനെ എങ്ങോട്ടേക്കാ മാറ്റുന്നത്? ഓറിയന്റേഷൻ മാത്രം ചേഞ്ച് ആവുന്നത്. ഓറിയന്റേഷൻ ചേഞ്ച് ആവും. പിന്നെയോ ആറിനെ എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്തിട്ടുണ്ടായത്? 1/r ഓക്കെ. ലേക്ക്. 1/r ലേക്ക്. ആറിനെ 1/r തീറ്റേനെ -തീറ്റേന്റെ അകത്തേക്കാണ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ചെയ്തു നോക്കീന ഹോംവർക്ക് എല്ലാരും? ഇല്ല. ചെയ്ത് നോക്കീന? അല്ലെങ്കിൽ എക്സാമിന്റെ നടുക്കായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലേ? ഇല്ല, എന്തായാലും ചെയ്തിട്ടില്ല. ചെയ്തിനാ? ഇല്ല. കിട്ടുന്നില്ല എല്ലാരും? ചെയ്തിട്ടില്ല? അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക. നമുക്ക് എന്തായാലും കുറെ ടൈം കിട്ടും. ഇതിപ്പം ഇനി ഇന്നത്തെയും നാളത്തെയും ക്ലാസ് കൊണ്ട് 3rd മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. അന്നേരം നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. കുറെ ഈ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടില്ലേ, അതെല്ലാം നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് നോക്കാം. കുറച്ച് നിങ്ങൾക്ക് ടഫ് തോന്നുന്ന ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ഏതെല്ലാം നോക്കിയിട്ട് ഒന്ന് പറയാ. ഞാനത് ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ക്ലാസ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരാം. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു ഇൻവേഴ്ഷൻ മാപ്പ്, അതായത് 1/z എന്ന് പറയുന്ന മാപ്പ് എങ്ങോട്ടേക്ക്, സെഡ് പ്ലെയിനെ എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്തെന്നില്ല ആ ഒരു കാര്യമാണ് പറഞ്ഞിട്ടായത്. പിന്നെയോ അത് വെച്ചിട്ടൊരു പ്രോബ്ലവും നമ്മൾ ചെയ്ത്, പിന്നെയോ ഫസ്റ്റ് ക്വാഡ്രന്റും സെക്കൻഡ് ക്വാഡ്രന്റും എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്യുന്നില്ല കാര്യവും പറഞ്ഞു. നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലവും തന്നിട്ടുണ്ടായിരുന്നു ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഇനി നമുക്കൊരു റിസൾട്ടാണ്. ആ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർ ഇൻവേർഷൻ സർക്കിൾസ് ആൻഡ് സ്ട്രേറ്റ് ലൈൻ മാപ്സ് ഓൺ ടു സർക്കിൾസ് ആൻഡ് സ്ട്രേറ്റ് ലൈൻ. അതായത് നമ്മൾ ഈ 1/z എന്ന് പറയുന്ന ആ ഒരു മാപ്പ് സർക്കിളിനെയും സ്ട്രേറ്റ് ലൈനിനെയും എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്യുന്നത്? സർക്കിളിലും സ്ട്രേറ്റ് ലൈനിലേക്കും തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്. അതൊരു റിസൾട്ടാണ്. അപ്പോൾ ആ റിസൾട്ട് നമുക്ക് പ്രൂവ് ചെയ്യൊന്നും വേണ്ട, പക്ഷെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് നമ്മൾ സർക്കിൾ തന്നു കഴിഞ്ഞാൽ അത് സർക്കിളിലേക്കോ സ്ട്രേറ്റ് ലൈനിലേക്കോ, അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ തന്നു കഴിഞ്ഞാൽ അത് സർക്കിളിലേക്കോ സ്ട്രേറ്റ് ലൈനിലേക്കോ മാപ്പ് ചെയ്യുന്നതിലെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫിഗർ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിലേക്ക് കൂടിയാണ് ഇത് പറയുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ശ്രദ്ധിക്കണ്ടു. നമ്മളെ ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തുണ്ടാവില്ല? ചെറിയ സർക്കിളാണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുക. ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു സർക്കിൾ, ഫൈനൈറ്റ് റേഡിയസ് വരുന്ന ഒരു സർക്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താ, അതിൻ്റെ ഇമേജിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ ഒരു സർക്കിളിലോ അതിൻ്റെ ഇമേജിലോ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടാവില്ല. ഈ പറയുന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറയുന്ന കാര്യം വൃത്തിക്ക് ശ്രദ്ധിക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മളെ സർക്കിളിൻ്റെ ഇമേജിൻ്റെ അകത്ത് എന്തുണ്ടാവില്ല? ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടാവില്ല. അതേസമയം സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇമേജിൻ്റെ അകത്ത് എന്തുണ്ടാവും? അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ എന്തുണ്ടാവും? ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാവും. ഈ രണ്ട് കാര്യം അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ഇമേജ് സെറ്റ് പ്ലെയിനിൽ തന്നു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സർക്കിൾ ആണോ സ്ട്രെയിറ്റ് ലൈൻ ആണോ വരുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കിയാട്ടെ, ഈ പറഞ്ഞ കാര്യം മനസ്സിലായിനോ? ഞാൻ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആയിനോ എല്ലാവർക്കും? ഒന്നുമില്ല. സർക്കിൾ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാവില്ല. അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാവും. ക്ലിയർ ആണോ എല്ലാവർക്കും ഈ കാര്യം? ഒന്ന് കമന്റ് ചെയ്താട്ടെ, പറഞ്ഞ കാര്യം ക്ലിയർ ആയിനോന്ന്. ഓക്കെ. അപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, ഞാനിപ്പോൾ ഇവിടെ ഒരു ഫിഗർ കാണിക്കുന്നുണ്ട്. ഇതാ ഈ ഫിഗർ നോക്കിയാട്ടെ. ഈ ഫിഗർ എന്താ? ഒരു സർക്കിൾ ആണ്, പക്ഷെ എന്തല്ല, നോട്ട് പാസിങ് ത്രൂ ദി ഒറിജിൻ. ഒറിജിൻ എന്ന് പറയുന്ന ഇതാ ഈ ഒറിജിൻ്റെ അകത്തേക്ക് കൂടി എന്ത് പോകുന്നില്ല? ഈ സർക്കിൾ പാസ് ചെയ്യുന്നില്ല. ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താ? 0 എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ ആ 0 എന്ന് പറയുന്ന പോയിന്റിന്റെ അകത്ത് എന്തില്ല? നമ്മളെ ഈ ഒരു സർക്കിൾ പാസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തെ ഒരു പോയിന്റ്, ഇതിൻ്റെ അകത്ത് ഒരു സെറ്റ് കൺസിഡർ ചെയ്യുമ്പം അതിൻ്റെ അകത്ത് എന്തില്ല? 0 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഈ ഒരു സർക്കിളിന്റെ ഇമേജിൻ്റെ അകത്തില്ല. അതായത് ഈ ഒരു എന്താ പറയാ, ഈ സർക്കിളിലെ 0 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇല്ല. പിന്നെയോ ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റും ഈ സർക്കിളിൻ്റെ അകത്തില്ല. ആ കാര്യം ക്ലിയർ അല്ലേ? ആ ഫിഗർ പറഞ്ഞ, അതായത് ഈ ഒരു സർക്കിൾ എന്ന് പറയുന്നത് 0 എന്ന് പറയുന്ന പോയിന്റിൻ്റെ അകത്തേക്ക് കൂടിയല്ല പാസ് ചെയ്യുന്നത്. പിന്നെയോ അതുകൊണ്ട് തന്നെ ഈ സർക്കിളിൻ്റെ അകത്ത് എന്തില്ല? 0 എന്ന് പറയുന്ന പോയിന്റ് ഇല്ല. പിന്നെയോ ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റും ഈ ഒരു സർക്കിളിൻ്റെ അകത്ത് ഇല്ല. ഈ കാര്യം ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്തട്ടെ നിങ്ങൾ. ഇൻഫിനിറ്റിയും ഇല്ല, പിന്നെന്താ ഇല്ലാത്തത്? 0 എന്ന് പറയുന്ന പോയിന്റും ഇല്ല.
ഒന്ന് കമന്റ് ചെയ്യടോ. ഓക്കെ, അപ്പം ഇനി നിങ്ങൾ നോക്കുക, ഇതിൻ്റെ അകത്ത് സീറോ ഇല്ല. നോക്കട്ടെ, സീറോ ഡസ് നോട്ട് ബിലോങ് ടു ദി സർക്കിൾ. ആ സീറോ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ അകത്ത് ബിലോങ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ 1/z എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/z ഇസ് ഈക്വൽ ടു 1/0. അതായത് z ഉണ്ടെങ്കിൽ അത് 1/0 ആവുക, അതായത് ഇൻഫിനിറ്റി എന്ന് വരും. സീറോ എന്ന് പറയുന്ന പോയിന്റ് ഈ ഒരു സർക്കിളിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ ഇമേജ് നമുക്ക് ഡബ്ല്യു പ്ലെയിനിൽ കിട്ടുന്ന ഇമേജിന്റെ അകത്ത് എന്തുണ്ടാവില്ല? ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാവില്ല. ഞാൻ ഒന്നും കൂടി പറയാം, നമ്മളെ ഈ സെഡ് പ്ലെയിനിന്റെ അകത്ത് സീറോ എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ സീറോന്റെ കറസ്പോണ്ടിങ് ഇമേജ് എന്താ? 1/z. ആ സെഡിന് സീറോ എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എന്താണോ കിട്ടുന്നത് അതാണ് ഈ ഒരു എഫ് ഓഫ് സെഡിന്റെ അകത്ത് ആ സെഡ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഇമേജ്. അപ്പൊ ഇവിടെ സീറോ എന്ന് പറയുന്ന പോയിന്റ് ഈ സർക്കിളിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്തില്ല? 1/0 എന്ന് പറയുന്നത്, അതായത് ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റ് എവിടെ ഉണ്ടാവില്ല? നമ്മൾ ഈ ഒരു ഡബ്ല്യു പ്ലെയിൻ്റെ അകത്ത് ഉണ്ടാവില്ല. അതായത് എന്താ പറയുന്നത്? ഇൻഫിനിറ്റി ആ ഒരു ഇമേജിന്റെ അകത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്താ മനസ്സിലായത്? ആ ഇൻഫിനിറ്റി ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു എന്താ നമുക്ക് കിട്ടുന്ന ഡബ്ല്യു പ്ലെയിനിലെ ഇമേജ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കൂല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ? സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിലാണ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റ് ഇമേജ് ആയിട്ട് വരിക. പക്ഷേങ്കിൽ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ ഈ ഒരു സർക്കിളിന്റെ ഇമേജിന്റെ അകത്ത് എവിടെയും കാണാനില്ല. അതുകൊണ്ട് തന്നെ എന്താ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇമേജ് സ്ട്രെയിറ്റ് ലൈൻ അല്ല എന്ന് പറയാൻ പറ്റും. അപ്പം പിന്നെ എന്താ നോക്കേണ്ടത്? സർക്കിൾ നോട്ട് പാസിംഗ് ത്രൂ ദ ഒറിജിൻ മാപ്ഡ് ഓൺ ടു സർക്കിൾ നോട്ട് പാസിംഗ് ത്രൂ ദി ഒറിജിൻ. നോട്ട് പാസിംഗ് ത്രൂ ദ ഒറിജിൻ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സർക്കിളില്ലേ, ഈ സർക്കിളിൻ്റെ അകത്ത് ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇൻഫിനിറ്റിന്റെ കറസ്പോണ്ടിങ് ഇമേജ് ആയിട്ട് എപ്പോഴും സീറോ വരിക ഈ ഒരു 1/z എന്ന് പറയുന്ന പോയിന്റിന്റെ അകത്ത്, മാപ്പിന്റെ അകത്ത്. അപ്പം ഇൻഫിനിറ്റിന്റെ കറസ്പോണ്ടിങ് ഇമേജ് ആയ സീറോ എന്ന് പറയുന്നത് നമ്മളെ ആ ഒരു ഈ സർക്കിളിന്റെ ഇമേജിന്റെ അകത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? നമുക്ക് കിട്ടിയ ആ ഒരു സർക്കിൾ എന്ന് പറയുന്നത് ഒരിക്കലും സീറോന്റെ അകത്തേക്ക് കൂടി പാസ് ചെയ്യൂല എന്ന് മനസ്സിലാവും. കൺഫ്യൂഷൻ ആയാൽ നിങ്ങൾക്ക് ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരണോ? ശ്രദ്ധിച്ച് കേൾക്കണം. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നില്ലോ. ഒന്ന് എന്ന് പറയുന്നത് നമ്മളെ ഒരു ഫൈനൈറ്റ് റേഡിയസ് വരുന്ന സർക്കിളിൻ്റെ അകത്ത്, അതായത് ഇത് നോക്കിയാൽ മതി നിങ്ങൾ, ഈ ഒരു സർക്കിളിൻ്റെ അകത്ത് എന്തില്ല? ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റും ഇല്ല, സീറോ എന്ന് പറയുന്ന പോയിന്റും ഇല്ല. ഇനി ആ ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റും സീറോ എന്ന് പറയുന്ന പോയിന്റും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആ ഒരു പോയിന്റ്, അതായത് ഇമേജും എന്തിൻ്റെ അകത്ത് ഉണ്ടാവില്ല? നമുക്ക് കിട്ടുന്ന ഈ ഒരു ഡബ്ല്യു പ്ലെയിൻ്റെ ഇമേജിൻ്റെ അകത്ത് ഉണ്ടാവില്ല. മനസ്സിലായ? ഇവിടെ സീറോയും ഇൻഫിനിറ്റിയും ഉണ്ടെങ്കിൽ മാത്രമേ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആ ഒരു പോയിന്റ് ഇതിന്റെ ഇമേജിൽ ഉണ്ടാവൂ. ഇവിടെ എന്തില്ല? സീറോ ഇല്ല. സീറോ ഇല്ലാത്തത് കൊണ്ട് തന്നെ 1/0 എന്ന് പറയുന്ന ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റ് ഈ ഒരു ഇമേജിന്റെ അകത്ത് ഉണ്ടാവില്ല. ഇൻഫിനിറ്റി ഇല്ലാത്തത് കൊണ്ട് എന്താ അതൊരു സർക്കിളാന്ന് പറയാൻ പറ്റും. പിന്നെയോ ഇവിടെ വേറെ എന്തുണ്ട്? നമുക്ക് തന്ന ഈ ഒരു സർക്കിൾ എന്ന് പറയുന്നത് നോട്ട് പാസിംഗ് ത്രൂ ദി ഒറിജിൻ ആണ്. അതായത് സീറോ എന്ന് പറയുന്ന പോയിന്റ് ഇതിൻ്റെ അകത്ത് ഇല്ല. പിന്നെയോ ഇതൊരു സർക്കിൾ ആണ്. സർക്കിളിൻ്റെ അകത്ത് എന്തില്ല? ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റും ഇല്ല. ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് ഇതിൽ വരുമ്പം സീറോ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഇമേജിൻ്റെ അകത്ത് കിട്ടുക. ഇവിടെയോ ഇൻഫിനിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ സീറോ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഈ ഒരു സർക്കിളിന്റെ ഇമേജ് സീറോ എന്ന് പറയുന്ന പോയിന്റിന്റെ അകത്തേക്ക് കൂടിയും പാസ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ ഈ സർക്കിൾ നോട്ട് പാസിംഗ് ത്രൂ ദ ഒറിജിൻ എങ്ങോട്ട് തന്നെയാണ് 1/z മാപ്പ് ചെയ്യുന്നത്? വേറെ ഏതോ ഒരു സർക്കിൾ നോട്ട് പാസിംഗ് ത്രൂ ദി ഒറിജിനിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങൾ എല്ലാവരും. ഒന്ന് കമന്റ് ചെയ്യേ. സംഭവം കുറച്ച് ട്രിക്കിയാണ്, പക്ഷേങ്കിൽ അതിന്റെ എന്താ പറയാ ആ ഒരു കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് പോകാൻ പറ്റും. ഒന്നും കൂടി നോക്കാമല്ലോ നമുക്ക്. അടുത്ത വേറൊരു പ്രോബ്ലം നോക്കാം, അന്നേരം നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആകും. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ നോക്കിയാട്ടെ ഇനി അടുത്ത് ഞാൻ എടുക്കുന്നത് സർക്കിൾ പാസിംഗ് ത്രൂ ദി ഒറിജിൻ. അതായത് നമുക്ക് തന്ന സർക്കിള് ഒരു സീറോ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിന്റെ അകത്തേക്ക് കൂടി പാസ് ചെയ്യുന്ന ടൈപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സർക്കിളിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ട്? സീറോ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, പക്ഷെങ്കിലോ ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റ് ഇല്ല. അപ്പൊ ഇവിടെ സീറോ എന്ന് പറയുന്ന പോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ സീറോന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും? ഒരു ഇമേജ് ഉണ്ടാവും. അണ്ടർ ഏത് മാപ്പ്? 1/z എന്ന് പറയുന്ന മാപ്പിൽ.
അപ്പൊ നമ്മൾ ആ സീറോ എന്ന് പറഞ്ഞ വാല്യൂ എവിടെ ഇട്ട് കൊടുക്കുക? ഈ സെഡ് എന്ന് പറഞ്ഞ ടേമിന്റെ അടുത്താണ് സീറോ എന്ന് പറഞ്ഞ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താ കിട്ടുക? 1/0. അതെന്താണ്? ഇൻഫിനിറ്റി. അപ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു ഇമേജ് എന്ന് പറഞ്ഞ എന്തായിരിക്കും? അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി എന്തേ നോക്കണ്ടു? ആ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് നമ്മളെ സെന്ററിലേക്ക് കൂടി പാസ് ചെയ്യോ അല്ലെങ്കിൽ ഒറിജിന്റെ അകത്തേക്ക് കൂടി പാസ് ചെയ്യോ എന്നുള്ള കാര്യം കൂടി നോക്കണം. അത് നോക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്മളെ ഈ ഒരു സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടെയ്ൻ ചെയ്യുന്നില്ല. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ പോയിന്റ് നമ്മളെ ഈ ഒരു സർക്കിളിന്റെ അകത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഫിനിറ്റിന്റെ ഇമേജും എന്തിലുണ്ടാവില്ല? നമ്മളെ ഈ ഒരു സർക്കിളിന്റെ ഇമേജിന്റെ അകത്ത് ഉണ്ടാവില്ല. അതായത് നിങ്ങൾ ഇവിടെ സെഡിന് പകരം ഇൻഫിനിറ്റി ഇട്ട് കൊടുത്തു നോക്കട്ടെ. അപ്പൊ 1/∞ എന്ന് പറയുന്ന പോയിന്റ് എനിക്ക് കിട്ടുക. 1/∞ എന്താ? സീറോ. സീറോ എന്ന് പറയുന്നത് എന്തിലുണ്ടാവില്ല? നമ്മുടെ ഈ ഒരു ഇമേജിന്റെ അകത്ത് ഉണ്ടാവില്ല. കാരണം ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മുടെ ഈ സെഡ് പ്ലെയിനിന്റെ അകത്ത് കണ്ടുപിടിക്കാനില്ല, നമ്മുടെ ഈ ഒരു സർക്കിളിന്റെ അകത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇമേജ് 1/∞, സീറോ എന്ന് പറയുന്ന ആ പോയിന്റ് നമ്മളെ ഈ ഒരു ഇമേജിന്റെ അകത്ത് ഉണ്ടാവില്ല. അതായത് നമ്മുടെ ഈ സ്ട്രെയിറ്റ് ലൈൻ എന്താ? സീറോയിലേക്ക് കൂടി പാസ് ചെയ്യുന്നതല്ല, വേറെ ഏതോ ഒരു പോയിന്റിന്റെ അകത്തേക്ക് കൂടി പാസ് ചെയ്യുന്നത്. ഡസ് നോട്ട് പാസ് ത്രൂ ദി ഒറിജിൻ ആണ് നമ്മുടെ ഈ ഒരു ഇമേജ് വരിക. അതായത് സർക്കിൾ പാസിംഗ് ത്രൂ ദി ഒറിജിനെ നമ്മൾ 1/z എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്യുന്നത്? എ സ്ട്രെയിറ്റ് ലൈൻ ഡസ് നോട്ട് പാസ് ത്രൂ ദി ഒറിജിന്റെ അകത്തേക്ക്. our image is a straight line does not pass through the origin. ക്ലിയർ ആയോ എല്ലാവർക്കും? പറഞ്ഞു വരുന്ന ആ കോൺസെപ്റ്റ് മനസ്സിലായോ? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങൾ. എല്ലാവർക്കും മനസ്സിലായില്ലേ? ബോയ്സിന് മനസ്സിലായിട്ടില്ലേ? ഗേൾസ് കുറെ ആളൊന്നും മിണ്ടുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയട്ടെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയട്ടെ. എന്താ പറയുന്നത്? എ ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ. ഒറിജിനിലേക്ക് കൂടി പാസ് ചെയ്യുന്ന ഒരു ലൈനാണ് നമ്മളെ സെഡ് പ്ലെയിനിൽ തന്ന ഇമേജ്. അങ്ങനെയാണെങ്കിൽ സെഡ് പ്ലെയിൻ തന്ന ആ ഇമേജിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡബ്ല്യൂയിൽ കിട്ടുന്ന ഇമേജ് എന്തായിരിക്കും? ഒന്ന് പറഞ്ഞാട്ടെ നിങ്ങൾ. ഒന്ന് നോക്കി നോക്കിയാട്ടെ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിഗർ വരച്ചിട്ടോ ഞാൻ ഈ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ഒന്ന് നോക്കിയാട്ടെ. എന്നിട്ട് കമന്റ് ചെയ്യും നിങ്ങൾ. എന്താ കിട്ടിയത്? കമന്റ് ചെയ്തട്ടെ നിങ്ങൾ. നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ ആണ് ഞാൻ തന്ന സെഡ് പ്ലെയിനിലെ ഇമേജ്. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഡബ്ല്യു പ്ലെയിനിൽ നിങ്ങൾക്ക് എന്താ കിട്ടത്? നമുക്ക് തന്ന ഇമേജിന്റെ അകത്ത് എന്തെല്ലാം ഉണ്ട് നോക്കുക. എന്തെല്ലാം ഉണ്ട്? നമുക്ക് തന്ന ഇമേജിന്റെ അകത്ത് സീറോയും ഉണ്ട്, ഇൻഫിനിറ്റിയും ഉണ്ട്. അങ്ങനെയാണെങ്കിലോ? എന്താ കിട്ടിയേ? ആർക്കും കിട്ടിയില്ലേ? ഒന്ന് പറഞ്ഞാട്ടെ. കിട്ടിയവരൊന്ന് കമന്റ് ചെയ്താട്ടെ. സംഭവം കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടില്ലേ എങ്ങനെയാണെന്ന്? എന്താ കിട്ടിയത്? ഒന്ന് പറയടോ നിങ്ങൾ. നിങ്ങൾക്ക് കിട്ടിയത് എന്തായാലും സാരമില്ല, തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. എന്താ കിട്ടിയത്? ഞാൻ പറയുന്ന ക്ലിയർ ആവുന്നില്ലേ? കേൾക്കുന്നില്ലേ ആയിരിക്കും?
സഹല എന്താ കിട്ടിയത്? മിസ്സേ ആ എന്താ കിട്ടിയത്? ഇപ്പോഴും കിട്ടിയിട്ടില്ല. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ഓ, ഞാൻ തെറ്റെന്ന് വെച്ചിട്ട് ചെയ്തിട്ടില്ല. തെറ്റൂന്ന് ചോദിച്ചിട്ട് ചെയ്തിട്ടില്ലേ? ഉം. ഒന്ന് ജസ്റ്റ് നോക്കി നോക്ക്. എന്താ നമുക്ക് തന്ന ഇമേജ് ഒരു എന്താ ലൈനാണ് പാസിങ് ത്രൂ ദി ഒറിജിൻ. അപ്പൊ എന്താ ലൈൻ ആകുമ്പോൾ അതിൻ്റെ അകത്ത് ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റ് എന്തായാലും ഉണ്ടാകും. അപ്പൊ ഇൻഫിനിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പോയിന്റ് ഏതാ? സീറോ എന്ന് പറയുന്ന പോയിന്റ് അല്ലേ വരിക 1/z എന്ന് പറയുന്ന ആ ഒരു ഇമേജിന്റെ അകത്ത്, അല്ല മാപ്പിന്റെ അകത്ത് അല്ലേ? ഇൻഫിനിറ്റി കറസ്പോണ്ടിങ് ആയിട്ട് സീറോ അല്ലേ വരിക അല്ലേ? ആ അത് മനസ്സിലായിട്ടില്ല? എങ്ങനെ എടുത്തതെന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ല? മിസ് പറയുമ്പോ മനസ്സിലാവും, പക്ഷെങ്കിൽ ചെയ്യാനൊന്നും. സ്വന്തമായിട്ട് ഒന്നുമില്ലടാ. ഇത് നമ്മളെ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സീറോ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിന്റെ അകത്തേക്ക് കൂടി പാസ് ചെയ്യുന്നത് എങ്ങനെ പാസ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ സീറോന്റെ അകത്തേക്ക് കൂടി പാസ് ചെയ്യണം. അപ്പം നിങ്ങൾ നോക്കിയിട്ട് സീറോയിൽ പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ അകത്ത് സീറോ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. പിന്നെയോ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതിൻ്റെ അകത്ത് എന്തായാലും ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റും ഉണ്ടാകും. അപ്പം നമ്മളെ മാപ്പ് എന്ന് പറയുന്നത് 1/z ആണ്. അപ്പൊ നമ്മൾ എന്താ സാധാരണ ചെയ്യുക? 1/zന്റെ ഇമേജ് കണ്ടുപിടിക്കാൻ നമ്മൾ എടുക്കുന്ന ഏതാണോ സെറ്റ് അതായി ഈ മാപ്പിന്റെ അകത്ത് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അല്ലെ? സെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇപ്പം സെറ്റ് പ്ലെയിനിന്റെ അകത്ത് ഒരു 1 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? ആ സെറ്റിന് പകരം 1 കൊടുക്കുക. അല്ലെങ്കിൽ 1+i എടുത്തതെങ്കിൽ 1/1+i എന്ന് വരും. അപ്പം അങ്ങനെ എല്ലാ പോയിന്റും നോക്കുന്നതിന് പകരം നമുക്ക് ആകെ ഈ സീറോന്റെയും ഇൻഫിനിറ്റിന്റെയും ഇമേജ് എന്താന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ ഈ എടുത്ത സാധനത്തിന്റെ അകത്ത് സീറോയും ഉണ്ട് ഇൻഫിനിറ്റിയും ഉണ്ട്. അപ്പൊ സീറോന് കറസ്പോണ്ടിങ് ആയിട്ട് ഡബ്ല്യു പ്ലെയിനിൽ കിട്ടുന്ന ഇമേജ് ഏതായിരിക്കും? 1/0. അതെന്താ 1/0? എന്താ? ഇൻഫിനിറ്റി. അപ്പം ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റ് നമ്മളെ ഡബ്ല്യു പ്ലെയിനിൽ കിട്ടും. അപ്പൊ ഇൻഫിനിറ്റി ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പിന്നെ അടുത്ത് എന്താ നോക്കേണ്ടത്? നമ്മളെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇൻഫിനിറ്റീനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു പോയിന്റ് ഏതാന്ന് നോക്കേണ്ടത്. അപ്പൊ എന്താ ചെയ്യാ? 1/∞. അതെന്താ? 0. അപ്പൊ 0 എന്ന് പറയുന്ന പോയിന്റ് എന്തിൻ്റെ അകത്തുണ്ട്? നമ്മളെ ഡബ്ല്യു പ്ലെയിനിലുണ്ട്. അപ്പൊ അതൊരു സ്ട്രെയിറ്റ് ലൈനുമാണ്. 0 എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഇമേജ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതായത് എന്തായിരിക്കും? അതും ഒരു ലൈൻ തന്നെയായിരിക്കും പാസിങ് ത്രൂ ദി ഒറിജിൻ. അത്രേ ഉള്ളൂ. നമ്മളെ ആ ഒരു ജസ്റ്റ് സീറോന്റെ ഇൻഫിനിറ്റിന്റെ ഇമേജ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. നോക്കിയാട്ടെ, ഇതെവിടെ സ്ക്രീനിൽ പ്രസന്റ് ചെയ്ത് നോക്കിയാട്ടെ. അതാ ഒരു ലൈന് പാസിങ് ത്രൂ ദി ഒറിജിൻ. എങ്ങനെയായാലും എടുക്കാം. ഞാനിപ്പം ജസ്റ്റ് ഈ ഒരു y = x എന്ന് പറയുന്ന ഫോമിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനെ കൺസിഡർ ചെയ്തത്. പിന്നെയോ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞത് ലൈനിന്റെ അകത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ 1/z = 1/∞ എന്ന് പറഞ്ഞ എന്താ? 0. 0 എന്ന് പറഞ്ഞ എന്തിലുണ്ടാവും? നമ്മളെ ഇമേജ് ഓഫ് ദി ലൈനിൽ ഉണ്ടാകും. അതുപോലെ തന്നെ 0 എന്ന് പറയുന്നത് ഉണ്ട് എവിടാ? നമ്മളെ ഈ ഒരു തന്ന ഇമേജിന്റെ അകത്ത്. അപ്പൊ എന്ത് ചെയ്യും? 1/z = 1/0. അതെന്താ? ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ പോയിന്റ് എന്തിനുണ്ട്? നമുക്ക് തന്ന ആ ഇമേജ് ഓഫ് എ ലൈനിന്റെ അകത്തുണ്ട്. അതായത് എന്താ? നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലൈൻ തന്നെയാണ് പാസിങ് ത്രൂ ദി ഒറിജിൻ. ഇമേജ് ഓഫ് എ ലൈൻ, ദ ലൈൻ പാസിങ് ത്രൂ ദി ഒറിജിൻ. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇത് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എങ്ങനെയാ എടുക്കേണ്ടതെന്നുള്ള കാര്യം? നിങ്ങൾ ജസ്റ്റ് സീറോന്റെയും ഇൻഫിനിറ്റിന്റെയും മാത്രം ഇമേജ് എന്താ ഡബ്ല്യു പ്ലെയിനിൽ കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി. ഒന്ന് കമന്റ് ചെയ്താട്ടെ, ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിനോന്ന്. ചെയ്യാൻ കിട്ടുന്നുണ്ടോ? അനുഷ്കക്ക് കിട്ടീനോ? സ്നേഹക്ക് കിട്ടീനോ? ആദിത്യക്ക് കിട്ടീനോ? പിന്നെ രജിബി, വിഷ്ണു, തുഷാര കിട്ടീനോ എല്ലാവർക്കും? കൃഷ്ണേന്ദു, നന്ദന, പൂജ കിട്ടീനോ എല്ലാവർക്കും? കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടില്ലേ? അപ്പം നിങ്ങൾക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ തന്നെ കിട്ടീനോ? അത് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരുന്നുണ്ടോ? പറഞ്ഞു തരുമ്പോൾ ക്ലിയർ ആവുന്നുണ്ട്. സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഡൗട്ട് അടിക്കുന്നുണ്ടോ? ഉണ്ടോടോ, ഒന്ന് പറയേ. ഓക്കെ, എന്നാൽ നിങ്ങൾ ഇതും കൂടി ഒന്ന് നോക്കിയാട്ടെ. ഒരു ലൈൻ നോട്ട് പാസിംഗ് ത്രൂ ദി ഒറിജിൻ. നമുക്ക് അടുത്തൊരു ഇമേജ് തന്നിട്ടുണ്ടാ? ഒരു ലൈൻ നോട്ട് പാസിംഗ് ത്രൂ ദി ഒറിജിൻ. ഒരു ലൈനാണ് നമുക്ക് തന്നത്. അത് എന്തിലേ കൂടി പാസ് ചെയ്യുന്നില്ല? 0 എന്ന് പറയുന്ന പോയിന്റിന്റെ അകത്തേ കൂടി പാസ് ചെയ്യുന്നില്ല.
അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇമേജ് എന്താ വരിക? ഒന്ന് നോക്കിയാട്ടെ, ഒന്ന് ജസ്റ്റ് വരച്ചു നോക്കിയാട്ടെ, എന്നിട്ട് കമന്റ് ചെയ്താട്ടെ നിങ്ങള്. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, ഇത് ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു കാര്യല്ലേ. അത് നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ പ്രോബ്ലം വൃത്തിക്ക് ചെയ്യാൻ പറ്റൂ. തെറ്റൂന്ന് ചോദിച്ചിട്ട് ആരും പറയാണ്ടിരിക്കണ്ടേ, ചെയ്തു നോക്കും എന്തായാലും. കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താട്ടെ എന്താ കിട്ടിയതെന്ന്. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. സർക്കിൾ പാസിംഗ് ത്രൂ ദ ഒറിജിൻ ഒരാൾക്ക് കിട്ടി. സർക്കിൾ പാസിംഗ് ത്രൂ ദ ഒറിജിൻ രണ്ടാൾക്ക് കിട്ടി. പിന്നെയോ? ബാക്കിയുള്ളവർക്ക് കിട്ടുന്നില്ലേ? വരച്ചു നോക്കിയിട്ട് പറഞ്ഞാട്ടെ. ബാക്കിയുള്ളവർക്ക് എന്താ കിട്ടുന്നത് ഒന്ന് പറയടോ നിങ്ങള്. എന്താ കിട്ടിയത്? സ്നേഹക്ക് എന്താ കിട്ടിയത്? ഇതന്നെ മിസ്സേ, സർക്കിൾ പാസിംഗ് ത്രൂ ഒറിജിൻ. സർക്കിൾ പാസിംഗ് ത്രൂ ദ ഒറിജിൻ. അപ്പൊ നമുക്ക് കിട്ടേണ്ട ഇമേജ് എന്ന് പറയുന്നത് എന്താ? ഇവർക്ക് കിട്ടിയ അതേ സാധനം തന്നെയാണ്. എന്താ? സർക്കിൾ പാസിംഗ് ത്രൂ ദ ഒറിജിൻ. എങ്ങനെയാ വന്നത് നോക്കിയാട്ടെ. നമ്മളെ ഈ തന്ന ഇമേജ് അതിനെന്താ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സീറോയിലേക്ക് കൂടി പാസ് ചെയ്യാത്തൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ എന്താ? സീറോ എന്ന് പറയുന്ന പോയിന്റ് അതിൻ്റെ അകത്ത് ഉണ്ടാവൂല. പിന്നെയോ സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പൊ ഞാൻ ആദ്യം ഇൻഫിനിറ്റി എടുത്തു. ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ലൈനിൻ്റെ അകത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഫിനിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു മാപ്പിങ്ങിൽ എന്താ നമുക്ക് ഇമേജ് വരുന്നത്? 1/z. സെഡിന്റെ സ്ഥാനത്ത് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ 1/∞ എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടും. അതായത് 0 എന്ന് പറയുന്നത് നമ്മൾ ആ ഇമേജ് ഓഫ് എ ലൈനിൻ്റെ അകത്ത് ഉണ്ട്. അതിന് അടുത്ത് എന്താ നോക്കേണ്ടത്? 0 എന്ന് പറയുന്നത് നമ്മൾ ലൈനിൻ്റെ അകത്തില്ല. തന്ന ലൈനിൻ്റെ അകത്ത് 0 എന്ന് പറയുന്ന പോയിന്റ് ഇല്ല. ഇത് എവിടെയല്ലേ 0 വരുന്നത്? ഈ ഒരു പോയിന്റിലല്ലേ 0 വരുന്നത്. ആ ഒരു പോയിന്റിന്റെ അകത്തേക്ക് കൂടി അല്ലല്ലോ നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 0 എന്ന് പറയുന്നത് ആ ലൈനിൻ്റെ അകത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ 1/z അണ്ടർ 1/z ആ 0ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആ ഒരു ഇമേജും എന്തിൻ്റെ അകത്ത് ഉണ്ടാവൂല? നമ്മളെ ആ ഒരു ഇമേജ് ഓഫ് എ ലൈനിൻ്റെ അകത്ത് ഉണ്ടാവൂല. 0 എന്ന് പറഞ്ഞ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇമേജ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞത് എന്തിൻ്റെ അകത്ത് ഉണ്ടാവൂല? നമ്മൾ ഈ ഒരു ഇമേജിൻ്റെ അകത്ത് ഉണ്ടാവൂല. അതായത് അതെന്തല്ല, ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല എന്ന് കിട്ടി. സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ അത് മസ്റ്റായിട്ട് എന്തായിരിക്കും? അതൊരു സർക്കിൾ ആയിരിക്കും. സർക്കിൾ ആണെങ്കിൽ പിന്നെയോ നമ്മൾ 0 എന്ന് പറഞ്ഞ പോയിന്റ് ആ ഒരു ഇമേജിൻ്റെ അകത്ത് ഉണ്ട് എന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതെന്താ? അതൊരു സർക്കിൾ പാസിംഗ് ത്രൂ ദി ഒറിജിൻ ആയിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് തരുന്ന സർക്കിളിന്റെയും സ്ട്രെയിറ്റ് ലൈനിന്റെയും ഇമേജ് ഡബ്ല്യു പ്ലെയിനിൽ എന്താ വരുന്നതെന്ന് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഒരു നാലെണ്ണം തോന്നുന്നു നമ്മൾ പ്രോബ്ലം ചെയ്തു നോക്കേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഇങ്ങനെ ഏതെങ്കിലും സ്ട്രെയിറ്റ് ലൈൻസോ ഏതെങ്കിലും സർക്കിൾസോ എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കുക കറസ്പോണ്ടിങ് ഇമേജ് എന്താ വരുന്നതെന്ന്. ക്ലിയർ അല്ലേ ഈ ഒരു കോൺസെപ്റ്റ്? ഒന്ന് കമന്റ് ചെയ്താട്ടെ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലേ മനസ്സിലായെന്ന് പറയാവേ. ഫുള്ള് ഇമാജിൻ ടൈപ്പാണ് വരുന്നത് ഈ ഒരു കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഈ ഒരു കൺഫോമൽ മാപ്പിംഗ് എന്നെല്ലാം പറയുന്നത് ഭയങ്കരമായിട്ടൊരു എന്താ പറയാ, നമ്മൾ തന്നെ ചിന്തിക്കണം നല്ലോണം. നിങ്ങൾ മറ്റേ ഗ്രാഫിക്സ് എല്ലാം പഠിച്ചതല്ലേ, അപ്പൊ അതേപോലെ തന്നെ ഗ്രാഫിക്സിന്റെ അകത്തല്ലേ നിങ്ങൾ കുറെ ഇമാജിൻ ചെയ്തിട്ട് വരച്ചിട്ടുണ്ടായത്? അതേ ഒരു ടൈപ്പ് തന്നെ.
അപ്പൊ ഇതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള കുറേ സ്ട്രെയിറ്റ് ലൈനും മുകളോട്ടും താഴോട്ടും ഉള്ള കുറേ സ്ട്രെയിറ്റ് ലൈൻസ് എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാ കിട്ടുക? ഇവിടെ ഞാൻ കുറേ വേർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈനും കുറേ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈനും എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോ സ്ട്രെയിറ്റ് ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുക ഇമേജസ് എന്താണ്? സർക്കിൾസ് ആണ്. പക്ഷെങ്കിൽ എന്തുണ്ട്, അതിന്റെ ആ ഒരു ആറും തീറ്റയും എല്ലാം നോക്കിയിട്ട് എന്തായി മാറും? നമ്മളേതാ പല ടൈപ്പ്, അതായത് ചെറുത് വലുത് ചെറുത് അങ്ങനെ കുറേ ആയിട്ട് കിട്ടുന്നില്ലേ? അപ്പൊ ഇതിന് ഓരോ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് വരും? ഓരോരോ സർക്കിൾസ് വരും. പിന്നെയോ ഇത് സ്ട്രെയിറ്റ് നടുക്കേ കൂടി പാസ് ചെയ്യാത്തത് കൊണ്ടാണ് എന്ത് വരാത്തത്? നമ്മളെ അതായത് സീറോ ഇല്ലാത്തേക്ക് ടച്ച് ചെയ്യുന്ന ഒരു ഇതുപോലും ഞാൻ വരച്ചിട്ടില്ല. മീൻസ് ഓൺലി എക്സ് ആക്സിസും ഓൺലി വൈ ആക്സിസും ഓൺലി എക്സ് ആക്സിസും മാത്രമാണ് ഇവിടെ സീറോന്റെ അകത്തെ കൂടി പാസ് ചെയ്യുന്നതായിട്ടുള്ള ലൈൻസ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സീറോയിലേക്ക് കൂടി പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനും ഇങ്ങനെയും വന്നത്. വേറെ ഒരു സ്ട്രെയിറ്റ് ലൈനും ഇവിടെ ഈ ഇമേജിന്റെ അകത്ത് വരുന്നില്ല. സപ്പോസ് ഞാൻ നിങ്ങളുടെ ഇവിടെ y ഇസ് ഈക്വൽ ടു എക്സ് എന്നോ അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൈ എന്നോ പറയുന്ന ഈ സീറോയിലേക്ക് കൂടി പാസ് ചെയ്യുന്ന ടൈപ്പുള്ള എന്ത് സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചിലപ്പോൾ എനിക്ക് ഇവിടെ എന്ത് കിട്ടും? സ്ട്രെയിറ്റ് ലൈൻസ് എല്ലാം വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഞാൻ ആകെ എന്ത് എടുത്തിട്ടുള്ളൂ? സീറോയിലേക്ക് കൂടി പാസ് ചെയ്യാത്ത ടൈപ്പുള്ള ലൈൻസുകളാണ് കൺസിഡർ ചെയ്തത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് സീറോയിലേക്ക് കൂടി പാസ് ചെയ്യുന്ന സർക്കിൾസ് കിട്ടാം, സീറോയിലേക്ക് കൂടി പാസ് ചെയ്യാത്ത ടൈപ്പ് സർക്കിൾസ് കിട്ടാം. അതെല്ലാം നമുക്ക് എന്താ ആ ഒരു ലൈനിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്തായാലും ലൈനിൽ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ പോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് എന്തായാലും ചെറിയ സർക്കിൾ ആയാലും വലിയ സർക്കിൾ ആയാലും അത് സീറോന്റെ അകത്തേക്ക് ടച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ഒരു എന്താ പറയാ ഫിഗർ പറഞ്ഞത് മനസ്സിലായിനോ? ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. കുറെ ലൈൻസുകൾ ഒരുമിച്ച് വരുമ്പോൾ എങ്ങനെയാ അതിങ്ങനെ നറേറ്റ് ചെയ്ത് വരുന്നതിന്റെ കാര്യം കാണിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ക്ലിയർ ആയിട്ടില്ല എല്ലാവർക്കും? ഈ ഒരു 1/z എന്ന് പറയുന്ന മാപ്പ് ക്ലിയർ ആയിട്ടില്ലേ? ഒന്ന് കമന്റ് ചെയ്യടോ നിങ്ങൾ. കുറച്ച് നല്ലോണം വായിച്ചു നോക്കണം. കുറെ എന്താ പറയാ വരച്ചു നോക്കണം ഏകദേശം എങ്ങനെയാ നമുക്ക് അതിന്റെ ഒരു ഇമേജ് കിട്ടുക എന്നറിയാൻ വേണ്ടിയിട്ട്. ഈ 1/z എന്ന് പറയുന്ന മാപ്പ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഒന്നുമില്ല, ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ആ ഒരു എന്താ പോളാർ ഫോമും നമ്മളെ കാർട്ടീഷ്യൻ ഫോമും മാത്രം മനസ്സിലുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഏത് നമുക്കൊരു മാപ്പ് തന്നു കഴിഞ്ഞാലും സുഖമായിട്ട് അതിന്റെ ഇമേജ് എന്താ വരിക എന്നുള്ള കാര്യം ക്ലിയർ ആവും. സ്നേഹക്ക് മാത്രമേ ഈ 1/z എന്ന് പറയുന്ന മാപ്പ് മനസ്സിലായിട്ടുള്ളൂ, ബാക്കി ആർക്കും മനസ്സിലായിട്ടില്ല? ഇങ്ങനെ ഞാൻ ചോദിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നതാണോ? നിങ്ങൾക്കൊന്ന് പറഞ്ഞുവിടൂ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായി, ഇല്ലെങ്കിൽ ഇല്ലാന്ന്. നമുക്ക് ഇനി അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് പോയിന്റ്. ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്നത് വേറൊരു കോൺസെപ്റ്റ് ആണ്. അതെന്താ പറയുന്നത് നോക്കിയാട്ടെ. ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡ് പോയിന്റ് ഓഫ് എ മാപ്പിംഗ് ഒമേഗ ഈക്വൽ ടു FOZ ആർ പോയിന്റ്സ് ദാറ്റ് ആർ മാപ്ഡ് ഓൺ ടു ദംസെൽസ്. അതായത് നമ്മളെ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി നമ്മളെ ഫിക്സ്ഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ ഏതാണോ മാപ്പ് അതിൻ്റെ അകത്ത് തന്നെ മാപ്പ് ചെയ്യുന്ന ടൈപ്പുള്ളതാണ് ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് FOZ നമ്മൾ സെഡിനോട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു പോയിന്റുകൾ ഏതൊക്കെയാണ്, അതാണ് നമ്മളെ ഫിക്സ്ഡ് പോയിന്റ്. ഒന്നുമില്ല, നിങ്ങൾ ഞാനിങ്ങനെ പറയുന്ന കേട്ടിട്ട് എന്താ പറയാ നാളെന്ന് വിചാരിക്കണ്ട. നമുക്ക് ഒരു ഫംഗ്ഷൻ തരും FOZ. അപ്പം ആ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ ഫിക്സ്ഡ് പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തേ ചെയ്യണ്ടു? നമ്മൾ ആ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു Z എന്ന് പറഞ്ഞിട്ട് എഴുതുക. എന്നിട്ട് അതൊന്ന് എന്താ പറയാ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ Z ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് നമ്പേഴ്സ് കിട്ടും. ആ നമ്പേഴ്സ് ആണ് നമ്മളെ ആ ഒരു ഫംഗ്ഷന്റെ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പറഞ്ഞ കാര്യം ഓക്കെ ആണോ? ഫിക്സ്ഡ് പോയിന്റ് എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞത് ഓക്കെ ആണോ? ഒന്ന് കമന്റ് ചെയ്യടോ നിങ്ങൾ. FOZ ഇസ് ഈക്വൽ ടു സെഡിനോട് ഈക്വേറ്റ് ചെയ്യുക. നമുക്ക് തരുന്ന ഏത് ഫംഗ്ഷൻ ആയി കഴിഞ്ഞാലും ആ ഫംഗ്ഷനെ ഈക്വൽ ടു Z കൊടുക്കുക. എന്നിട്ട് അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. അന്നേരം നമുക്ക് സെഡിന്റെ വാല്യൂസ് കിട്ടും. അപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, ഞാൻ ആദ്യം ഒരു ഐഡന്റിറ്റി മാപ്പാണ് എടുത്തത്. ഐഡന്റിറ്റി മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? FOZ
സെറ്റ് ആകുന്നതാണ് ഐഡന്റിറ്റി മാപ്പ്. അതായത് 1-നെ 1-ന്റെ അകത്തേക്ക്, 1+i-നെ 1+i-ന്റെ അകത്തേക്ക്, 2-നെ 2-ന്റെ അകത്തേക്ക് എന്ന് വേണ്ട, ഏതിലേക്കാണോ സെറ്റ് ഏതാണോ ആ സെറ്റിന്റെ അകത്തേക്ക് എന്നെ മാപ്പ് ചെയ്യുമ്പോഴാണ് അതെന്താകുക, ഐഡന്റിറ്റി മാപ്പ് ആകുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയട്ടെ, ഇങ്ങനെയുള്ള ആ ഒരു എഫ് ഓ സെറ്റിനെ ഞാൻ സെറ്റിനോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് എന്ന് വരിക അല്ലെ. ഇത് നമ്മളെ ഫംഗ്ഷൻ. പിന്നെയോ ഞാൻ ഇക്വേറ്റ് ചെയ്യാൻ പറഞ്ഞ സാധനമാണ് ഇത്. അതായത് സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് എന്ന് കിട്ടുക. ഏതൊരു സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെറ്റ് തന്നെയല്ലേ വരുന്നത്. കാരണം നമ്മൾ എടുത്തത് ഐഡന്റിറ്റി മാപ്പാണ്. അതുകൊണ്ട് തന്നെ എന്താ, എല്ലാ പോയിന്റും ഐഡന്റിറ്റി മാപ്പിൽ ഫിക്സ്ഡ് പോയിന്റ് ആയിരിക്കും. അതിന് ഏതാണ് വാല്യൂ അതിൻ്റെ അകത്ത് തന്നെ ഫിക്സ് ചെയ്ത് നിർത്തുന്നതുകൊണ്ടാണ് ഫിക്സ്ഡ് പോയിന്റ് എന്ന് നമ്മൾ പറയുന്നത്. കാരണം ഞാൻ ഒന്നെടുത്തു കഴിഞ്ഞാൽ ആ ഏത് മാപ്പിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ നമ്മളെ ഐഡന്റിറ്റി മാപ്പ് 1-നെ 1-ന്റെ അകത്തേക്കാണ് കൊണ്ടുപോവുക, 2-നെ 2-ന്റെ അകത്തേക്കാണ് കൊണ്ടുപോവുക, 3-നെ 3-ന്റെ അകത്തേക്കാണ് കൊണ്ടുപോവുക. അതായത് നമ്മൾ എടുക്കുന്ന ഏതൊരു സെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടും ആ സെറ്റ് തന്നെയാണ് നമുക്ക് ഒമേഗ പ്ലെയിനിൽ കിട്ടുന്നത്. അതായത് എന്താണ് ഐഡന്റിറ്റി മാപ്പിംഗ് എന്ന് പറയുന്നത്, എല്ലാ പോയിന്റിനെയും ഫിക്സ് ചെയ്യുന്ന മാപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഐഡന്റിറ്റി മാപ്പിന്റെ അകത്ത് എല്ലാ പോയിന്റും ഫിക്സ്ഡ് പോയിന്റ് ആയിരിക്കും. നിങ്ങൾ അതേസമയം ഇത് നോക്കിയാട്ടെ, ഒമേഗ ഈക്വൽ ടു 1/z. അതായത് എൻ്റെ ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1/z ആണ്. ഇനി 1/z-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിക്സ്ഡ് പോയിന്റ് ഞാൻ എങ്ങനെയാ കാണുക, ആദ്യം എനിക്ക് തന്ന ഫംഗ്ഷൻ ഇങ്ങനെ എടുത്തെഴുതി അതിനുശേഷം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായത്, z കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്വേറ്റ് ചെയ്യാം, നമുക്ക് തന്ന ഫംഗ്ഷനെ സെറ്റിനോട് ഇക്വേറ്റ് ചെയ്യാം. അതായത് 1/z ഇസ് ഈക്വൽ ടു z എന്ന് വരും. ഇനി അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാട്ടെ, എന്താ 1-നെ അവിടെ വെച്ചിട്ട് ഈ താഴത്തെ ഡിനോമിനേറ്ററിന്റെ അകത്തെ z-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അതായത് z² ഇസ് ഈക്വൽ ടു 1 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ z എന്താ, +or-1. അതായത് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് z-ന് 1 എന്നും -1 എന്നും പറഞ്ഞ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് w പ്ലെയിനിൽ എന്ത് തന്നെ കിട്ടുക, 1-ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 കിട്ടും, -1 കറസ്പോണ്ടിങ് ആയിട്ട് -1 കിട്ടും. നോക്കിയാട്ടെ നിങ്ങൾ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കോ. ഈ സെറ്റിന് പകരം ഞാൻ 1 കൊടുത്ത്, അതായത് 1/1 എന്താ 1. ഇനി ആ സെറ്റിന് ഞാൻ -1 കൊടുത്താൽ എന്താ വരിക, 1/-1, അതെന്താണ് -1. അതായത് ഈ ഒരു മാപ്പിങ്ങിൻ്റെ അകത്ത് z ഇസ് ഈക്വൽ ടു 1ഉം -1ഉം ആണ് എന്ത്, ഈ മാപ്പിന്റെ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിനോ എല്ലാവർക്കും ഈ ഒരു കാര്യം? ഫിക്സ്ഡ് പോയിന്റ് എന്താന്ന് മനസ്സിലായിനോ? ഒന്ന് കമന്റ് ചെയ്യടോ നിങ്ങൾ. ഓക്കെ, ഇനി വേറൊരു പ്രോബ്ലം കൂടി നോക്കിയട്ടെ. ഇതാ അടുത്തൊരു പ്രോബ്ലം, ഒമേഗ ഈക്വൽ ടു z-1 ഡിവൈഡഡ് ബൈ z+1. ഇതാണ് നമുക്ക് തന്ന ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിക്സ്ഡ് പോയിന്റ് എങ്ങനെയാ കാണുക, നമ്മൾ z-1/z+1 എന്ന് പറയുന്ന പോയിന്റിനെ z-നോട് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ എന്ത് വരും, മുകളിൽ z-1 വരും. ഈ z+1 എന്ന് പറഞ്ഞ ഈ ഡിനോമിനേറ്റർ ഞാൻ ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പൊ എന്താ വരിക, z² + z എന്ന് വരും. ഇനിയോ ഞാൻ ഇതിനെ ഒരു സെക്കൻഡ് ഓർഡറിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ അകത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക ചെയ്യുന്നത്. അപ്പം ഈ ലെഫ്റ്റ് ഭാഗത്തുള്ള z-1 ഞാൻ ജസ്റ്റ് റൈറ്റ് ഭാഗത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്താ വന്നത്, z² + z - z+1 അത് ഈക്വൽ ടു 0 ആണ്. നിങ്ങൾ നോക്കിയാട്ടെ, z - z അതങ്ങ് 0 ആയിട്ട് പോയി. അപ്പൊ ഇനി ബാക്കി ആടെ എന്താ ഉള്ളത്, z² + 1 ഇസ് ഈക്വൽ ടു 0 അല്ലെ. ലെഫ്റ്റ് സൈഡിൽ z² + 1 വരും, റൈറ്റ് സൈഡിൽ 0 വരും. അങ്ങനെയാണെങ്കിൽ z എന്താ, z² എന്താ, z² ഇസ് ഈക്വൽ ടു -1 വരും. അങ്ങനെയാണെങ്കിൽ z എന്ന് പറയുന്നത് +or-i വരും. അതായത് z-ന് നമ്മൾ i-യോ -i-യോ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ട് i-യും കിട്ടും, -iക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് നമ്മളെ ഒമേഗ പ്ലെയിനിൽ -i-യും കിട്ടും. അതായത് z ഇസ് ഈക്വൽ ടു +or-i ആണ് എന്ത്, നമ്മളെ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഒരു മാപ്പിങ്ങിൻ്റെതാണ് ഫിക്സ്ഡ് പോയിന്റ്. ഓരോരോ മാപ്പിങ്ങിനനുസരിച്ച് നമ്മളെ ഫിക്സ്ഡ് പോയിന്റ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഐഡന്റിറ്റിക്ക് എല്ലാ പോയിന്റും ഫിക്സ്ഡ് പോയിന്റ് ആണ്. 1/z-ന് 1ഉം -1ഉം ഫിക്സ്ഡ് പോയിന്റ് ആണ്. z-1/z+1-ന് -i-യും +i-യും ആണ് അടുത്ത ഫിക്സ്ഡ് പോയിന്റ്. ക്ലിയർ ആയിട്ടില്ലേ ഈ ഒരു കോൺസെപ്റ്റ്? ഒന്ന് പറഞ്ഞാട്ടെ നിങ്ങൾ. അപ്പൊ ഇനി അടുത്തതൊരു സൈൻ സെറ്റ് എന്ന് പറയുന്ന മാപ്പാണ്. അത് കുറച്ച് വലിയ മാപ്പാണ്. എന്തായാലും 2 മിനിറ്റ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ ജസ്റ്റ് നമുക്കൊന്നും കൂടി റീകോൾ ചെയ്ത് തരാം. ആരാ ഒന്ന് പറഞ്ഞു തരുന്ന, റീകോൾ ചെയ്യുന്നത് ആരാ?
എന്തല്ല ഇന്ന് എടുത്തെന്നുള്ള കാര്യം ഒന്ന് ആരാ പറഞ്ഞു തരുന്നത്? നിങ്ങൾക്ക് മനസ്സിലായ കാര്യം വിസ്മയ പറഞ്ഞാട്ടെ. നമ്മൾ എങ്ങനെയായിരുന്നു, ഏതെല്ലാം പോയിന്റിന്റെ ഇമേജുകളാണ് നമ്മൾ ഇൻവേർഷൻ മാപ്പിങ്ങിന്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ടായത് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്? 1/z-ന് 1/z-ന് നമുക്കിതാ ഈ ഒരു സർക്കിൾ നോട്ട് പാസിംഗ് ത്രൂ ദി ഒറിജിൻ എന്നെല്ലാം പറയുമ്പം ഇങ്ങനത്തെ കുറച്ച് ഇമേജസ് നമ്മൾ നോക്കിയില്ലേ? ഇതാ ഇവിടെ ഒരു 3-4 ഇമേജസ് നോക്കിയില്ലേ നമ്മള്? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എങ്ങനെയാ ഇമേജ് കണ്ടുപിടിച്ചത്, ഏതൊക്കെ പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായത്? എല്ലാ പോയിന്റും നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടില്ല. ഇല്ല. നമുക്ക് തന്ന സീറോ ഇമേജിലെ സീറോയും ഇൻഫിനിറ്റിയും. ഇൻഫിനിറ്റിയും. അപ്പൊ ഇൻഫിനിറ്റി വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മളെ ഇമേജ് എന്തായിരിക്കും? അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സീറോ വരുന്നെങ്കിലോ? പാസിംഗ് ത്രൂ ഒറിജിൻ. പാസിംഗ് ത്രൂ ഒറിജിൻ. അല്ലാണ്ട് സീറോ വരുന്നതുകൊണ്ട് അതൊരു സർക്കിൾ ആവും ആരും പറയാറ്. അത് പാസിംഗ് ത്രൂ ഒറിജിനിലെ ഒരു മീനിങ്ങിലേക്ക് മാത്രമേ വരുന്നുള്ളൂ. ഇൻഫിനിറ്റി എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആകും. പിന്നെയോ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാസിംഗ് ത്രൂവേ പറയും. അത് സ്ട്രെയിറ്റ് ലൈനോ സർക്കിളോ ആകാം, ബാക്കി നമുക്ക് തന്ന ആ ഒരു ഇമേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെയോ വേറെന്താ പറഞ്ഞത്? ഫിക്സ്ഡ് പോയിന്റ് എന്തായിരുന്നു? ആരാ പറഞ്ഞിരുന്നത്? വിസ്മയ തന്നെ പറയണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയണോ? ഫിക്സ്ഡ് പോയിന്റ് സ്നേഹ പറഞ്ഞാട്ടെ. ഫിക്സ്ഡ് പോയിന്റ് എന്താ? എങ്ങനെ നമ്മൾ ഒരു കണ്ടുപിടിച്ച ഫിക്സ്ഡ് പോയിന്റ്, പോയിന്റ്? ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ അതിനെ തന്നിട്ടുണ്ടെങ്കിൽ സെഡുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് സെഡുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് അതിന് സെഡിന് കിട്ടുന്ന വാല്യൂസ് സെഡിന് കിട്ടുന്ന വാല്യൂ എന്താന്ന് നോക്കുക. ആ വാല്യൂസ് ആയിരിക്കും എന്ത് തന്ന ഫംഗ്ഷന്റെ ഫിക്സഡ് പോയിന്റ്. ഫിക്സ്ഡ് പോയിന്റ്. ഇതെല്ലാം നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഫൈൻഡ് ദ ഫിക്സ്ഡ് പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റണം. 3 മാർക്കിനായിരിക്കും വരിക. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ. എന്തായാലും ഫിക്സ്ഡ് പോയിന്റ് അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എല്ലാവർക്കും എക്സാം എങ്ങനെ ഉണ്ടായിന്? നമ്മളെ സീരിയസ് എക്സാം എളുപ്പമായിരുന്നോ? എല്ലാവർക്കും എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റിനോ? എവിടെയെങ്കിലും വിഷമം ഉണ്ടേനോ? ഒന്ന് കമന്റ് ചെയ്താ നിങ്ങള്. സീരിയസ് എക്സാമിന് എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവുക? സ്കോർ ചെയ്യോ എല്ലാവരും? പറയടോ. വിഷമേനോ അല്ലെങ്കിൽ എളുപ്പേനോ അല്ലെങ്കിൽ മിഡിലേനോ ആവറേജ് ഏനോ? എങ്ങനെയാണ് ആ ഒരു നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല എല്ലാവർക്കും? ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല എല്ലാവർക്കും? ആരും എന്താപ്പം മിണ്ടാത്തെ? ഓക്കെ. അപ്പം അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെ എക്സാമിന് വരിക. നിങ്ങൾ കണ്ടില്ലേ 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളോട് പഠിപ്പിക്കുന്ന സമയത്തേ പറഞ്ഞ് എംപിരിക്കൽ ഫോർമുല പഠിക്കണം, പിന്നെ ആ ഒരു അസംഷൻസ് പഠിക്കണം സെക്കൻഡ് മൊഡ്യൂളിൻ്റെ അകത്ത്. പിന്നെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു സ്റ്റാൻഡേർഡ് ഫോംസ്, പിന്നെ കംപ്ലീറ്റ് ഇന്റഗ്രൽ, അങ്ങനത്തെ കാര്യങ്ങൾ. അതേ ഒരു ടൈപ്പ് തന്നെയായിരിക്കും എക്സാമിന് വരിക. പിന്നെ അഥവാ ഇതിൻ്റെ അകത്തെല്ലാം ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഫിക്സ്ഡ് പോയിന്റ് കാണാൻ ചോദിക്കും. പിന്നെ അണ്ടർ ഏതെങ്കിലും ഒരു മാപ്പ് തന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് എന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം, ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ വൃത്തിക്ക് നന്നായിട്ട് മനസ്സിരുത്തി പഠിക്കാം. ഒന്ന് ബൈഹാർട്ട് പഠിക്കാൻ നിൽക്കരുത്. ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൊളായി പോകും. കാരണം നമ്മൾ ഇമാജിൻ ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളായിട്ടല്ല, സിമ്പിൾ ആയിട്ടുള്ള ഇമാജിൻ ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ഇത് ഇവിടെ തന്നെ നോക്കിയാട്ടെ, സ്ട്രേറ്റ് ലൈനിന്റെയും സർക്കിളിന്റെ എല്ലാം നോക്കിയാട്ടെ. നിങ്ങൾ ജസ്റ്റ് സീറോന്റെയും ഇൻഫിനിറ്റിന്റെയും ഇമേജ് എന്താന്ന് നോക്കിയിട്ടാണ് നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒമേഗയിൽ വരുന്നത് എന്താന്ന് നോക്കുന്നല്ലോ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇൻവേഴ്സിന്റെ കുറച്ചും പിന്നെയോ ഈ ഒരു ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറഞ്ഞത്. ഇനി നാളെ നമുക്ക് സൈൻ സെറ്റ് മാപ്പിങ്ങിനെ കുറിച്ച് പഠിക്കാം. സൈൻ സെറ്റിന്റെ മാപ്പിങ്ങിനെ കുറിച്ച്. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മോഡ്യൂൾ കംപ്ലീറ്റ് ആയി. നാളത്തെ ഒരു ക്ലാസ് കൊണ്ട് ഈ ഒരു മോഡ്യൂൾ കംപ്ലീറ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? നമ്മളെ പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഒന്ന് തറവാകുക. ആ ഒരു മിങ്കിളാവുക. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത് വെച്ചിട്ടാ ചെയ്യേണ്ടതെന്നുള്ളൊരു ബോധം ഉണ്ടാവുക. എന്നാൽ മാത്രം നമുക്ക് സുഖമായിട്ട് ക്ലാസ് ടൈമിൽ തന്നെ നമുക്ക് ഓരോരോ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.